ഹായ് ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളിപ്പോൾ കൊടൈക്കനാലിലാണുള്ളത്. കൊടൈക്കനാലിലെ പല പല വാട്ടർഫോൾസും ഗ്രീൻ വാലി പോയിൻറ്റ്സും അങ്ങനെയുള്ള കുറേ കോടകളൊക്കെ കണ്ട് ആസ്വദിച്ചിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല കോടയുണ്ട്. കഴിഞ്ഞ വീഡിയോയിൽ കൊടൈക്കനാലിൻ്റെ മീനിങ് എന്താണെന്ന് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. കൊടൈക്കനാലിൻ്റെ മീനിങ് ഗിഫ്റ്റ് ഓഫ് ഫോറസ്റ്റ് എന്നാണ്. നല്ല കിടുക്കാച്ചി കോടയൊക്കെ കണ്ട് ആസ്വദിച്ചിട്ട് നേരെ പോയത് വട്ടക്കനാൽ എന്ന് പറയുന്നൊരു വാട്ടർഫോളിലേക്കാണ്. അടിപൊളിയായിട്ട് കുളിക്കാനും കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാൻ പറ്റിയ സൂപ്പർ സ്പോട്ടാണ്. ഇഷ്ടംപോലെ ടൂറിസ്റ്റുകൾ ഉണ്ടാവും കേട്ടോ അവിടെ എപ്പോൾ പോയാലും. അവിടെ കുറച്ച് സമയമൊക്കെ ഒന്ന് സ്പെൻഡ് ചെയ്തിട്ട് പിന്നെ വീണ്ടും മുന്നോട്ട് യാത്ര പോയി. പോകുന്ന വഴിയിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടൊരു വീട് കണ്ടു കേട്ടോ. ആരുടെ വീടാണെന്നറിയില്ല, പക്ഷെ ബ്യൂട്ടിഫുൾ ലൊക്കേഷൻ ആയിരുന്നു. ഒരു ബ്യൂട്ടിഫുൾ കോട്ടേജും അതിൻ്റെ തൊട്ടടുത്തൊരു മരം കൊണ്ടുള്ളൊരു പാലവും ഒരു കുഞ്ഞരുവിയും നല്ല കോടയും. എന്ത് രസമല്ലേ, കാണാൻ തന്നെ ഒരു വല്ലാത്തൊരു വൈബ്. അവിടെ കുറേ പഴങ്ങളുടെ മരങ്ങളൊക്കെ കണ്ടായിരുന്നു. അവിടെ ഒരു സബർജില്ലി ചെടി കണ്ടു. സബർജില്ലൊക്കെ നന്നായിട്ട് കാഴ്ച കിടക്കുന്നത് കണ്ടു. പിന്നെ വീണ്ടും അവിടെ നിന്ന് മുന്നേക്ക് പോയി. പോകുന്ന വഴിക്ക് കൊടൈക്കനാൽ ലേക്ക് ദൂരെ കണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം നമ്മൾ അവിടേക്കൊന്ന് നന്നായിട്ട് എക്സ്പ്ലോർ ചെയ്തതാണ്. ഇനി അടുത്ത് വന്നിരിക്കുന്ന ലൊക്കേഷൻ മൊയർ പോയിൻ്റ് എന്ന് പറയും. പെട്ടെന്ന് കേട്ടാൽ തെറിയായിട്ട് തോന്നുമെങ്കിലും തെറിയല്ല. അത് മുമ്പേ ഈ ഒരു പോയിൻ്റ് ഇവിടെ സ്ഥാപിച്ച ഒരു ബ്രിട്ടീഷുകാരൻ്റെ പേരാണ്. ഏകദേശം 178 വർഷങ്ങൾക്ക് മുന്നേ കൊടൈക്കനാൽ ടൗൺഷിപ്പ് ഡെവലപ്പ് ചെയ്തെടുത്തത് ബ്രിട്ടീഷുകാരാണ്. വെക്കേഷൻ സമയത്തൊക്കെ എപ്പോഴും നല്ല തിരക്ക് വരുന്നൊരു സ്ഥലമാണ് കൊടൈക്കനാൽ. ഇതാണ് കേട്ടോ ആ ഒരു സ്ഥലത്തിൻ്റെ എക്സാക്ട് പേര്, മൊയർ പോയിൻ്റ്. അങ്ങനെ ടിക്കറ്റെല്ലാം എടുത്തിട്ട് ഞങ്ങൾ അകത്തേക്ക് കയറി. അവിടെ ഒരു വാച്ച് ടവർ ഉണ്ട്. സോ വാച്ച് ടവറിൻ്റെ മുകളിലേക്ക് കയറിയിട്ട് ആ ഒരു വ്യൂ നന്നായിട്ട് കണ്ടു. ആ കൊടൈക്കനാൽ താഴ്വരകളൊക്കെ നന്നായിട്ട് കാണാൻ പറ്റും. ആ കോടയും ആ ഒരു തിരക്കും ജനങ്ങളും കുഞ്ഞുങ്ങളും നല്ല രസമുണ്ടായിരുന്നു. സൗത്ത് ഇന്ത്യക്കാരുടെ ഫേവറേറ്റ് ആയിട്ടുള്ള പിക്നിക് ലൊക്കേഷനുകളിൽ ഒരെണ്ണമാണ് കൊടൈക്കനാൽ. അതുപോലെ തന്നെയാണ് ഊട്ടി, മൂന്നാർ, ഇവയൊക്കെ. ഈ മൊയർ പോയിന്റിലും അത്യാവശ്യം റെസ്റ്റ് റൂം ഫെസിലിറ്റീസ് ഒക്കെ അവർ ഒരുക്കിയിട്ടുണ്ട്. അവിടുന്ന് നേരെ പോയത് പൈൻ ഫോറസ്റ്റിലേക്കാണ്. 1905 മുതൽ 1915 വരെ ബ്രിട്ടീഷുകാരനായിരുന്ന ഡോക്ടർ ബ്രയാൻഡിൻ്റെ നേതൃത്വത്തിലാണ് ഈ പൈൻ ഫോറസ്റ്റ് ഇവിടെ സ്ഥാപിച്ചത്. ഡോക്ടർ ബ്രയാൻഡിൻ്റെ പേരിലുള്ള ഒരു പൂന്തോട്ടം നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ടായിരുന്നു, കോക്കേഴ്സ് വാക്കിന് ഓപ്പോസിറ്റായിട്ട്. അങ്ങനെ പൈൻ ഫോറസ്റ്റിൻ്റെ ഉള്ളിലേക്ക് കയറി. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലൊക്കേഷനാണ്. നമ്മൾ ഊട്ടിയിൽ പോയ സമയത്ത് അവിടുത്തെ പൈൻ ഫോറസ്റ്റിൽ നമ്മൾ പോയിട്ടുണ്ടായിരുന്നു. ഇതുപോലുള്ള എല്ലാ ഹിൽ സ്റ്റേഷൻ്റെയും ഒരു മേജർ അട്രാക്ഷൻ എന്ന് പറയുന്നത് പൈൻ ഫോറസ്റ്റുകളാണ്. അവിടെ കുതിരയൊക്കെ നിർത്തിയിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ കുതിരയുടെ മുകളിലൊക്കെ കയറി ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ പറ്റും. രാവിലെ 8 മണി മുതൽ വൈകിട്ട് 5 മണി വരെയാണ് ഇവിടെ പ്രവേശനമുള്ളത്. പല സിനിമകളിലൊക്കെ ലൊക്കേഷൻ ആയിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്ഥലമാണ് പൈൻ ഫോറസ്റ്റ്. വല്ലാത്തൊരു നിഗൂഢത നിറഞ്ഞൊരു സ്ഥലം പോലെയൊക്കെ നമുക്ക് ഫീൽ ചെയ്യും കേട്ടോ. പ്ലസൻ്റ് ആയിരിക്കുന്ന ക്ലൈമറ്റിലേക്ക് പെട്ടെന്നാണ് കോട വരുന്നത്. കോട വന്ന് പെട്ടെന്ന് നിറഞ്ഞ് തൊട്ടടുത്ത് നിൽക്കുന്ന മരങ്ങളോ അല്ലെങ്കിൽ മനുഷ്യരെ പോലും കാണാൻ പറ്റാത്ത രീതിയിലുള്ള കോട പെട്ടെന്നാണ് ഒന്ന് നിറയുന്നത് കേട്ടോ. ഇതൊക്കെ കൊണ്ടാണ് സൗത്ത് ഇന്ത്യൻസിൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു പിക്നിക് സ്പോട്ടായിട്ട് കൊടൈക്കനാൽ ഇപ്പോഴും നിലനിൽക്കുന്നത്. ഫാമിലി ആയിട്ടൊക്കെ വന്നിട്ട് ചില്ലൗട്ട് ചെയ്യാൻ പറ്റിയൊരു സൂപ്പർ സ്ഥലമാണ് കൊടൈക്കനാൽ. പിന്നെ അവിടുന്ന് നേരെ ഞങ്ങൾ അടുത്ത ലൊക്കേഷനിലേക്ക് പോയി. ഈ പറയുന്ന സ്ഥലങ്ങളെല്ലാം തമിഴ്നാട് ടൂറിസം വകുപ്പ് നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് കേട്ടോ. അടുത്ത് പോയത് പില്ലർ റോക്സ് എന്ന് പറയുന്നൊരു അട്രാക്ഷനിലാണ്. അതായത് പില്ലറുകൾ പോലെയാണ് റോക്സ് കാണപ്പെടുന്നത്. തൂണുകൾ പോലുള്ള പാറകൾ, നല്ല ഡീപ്പായിട്ടുള്ള ചെങ്കുത്തായിട്ടുള്ള പാറകളൊക്കെയാണ് കാണാൻ പറ്റും. കറക്റ്റ് ഒരു തൂണുകളുടെ ഷേപ്പിലുള്ളത്. അവിടെ നിന്ന് നോക്കുമ്പോഴും കൊടൈക്കനാലിൻ്റെ ഒരു ബ്യൂട്ടി നമുക്ക് കാണാൻ പറ്റും. പലതരം പല പല ആംഗിളിലുള്ള ഒരു താഴ്വരയുടെ കാഴ്ചകളൊക്കെ നമുക്കിങ്ങനെ കാണാൻ പറ്റും. അവിടെയും നല്ല തിരക്കുള്ളൊരു സ്ഥലമാണ്. നഗരത്തിൻ്റെ തിരക്കുകളിൽ നിന്നൊക്കെ മാറിയിട്ട് ഇതുപോലുള്ള സ്ഥലങ്ങളൊക്കെ വിസിറ്റ് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ മൈൻഡും ഒന്ന് നന്നായിട്ട് റിഫ്രഷ് ആവും. റാൻഡമായിട്ട് എങ്ങോട്ട് നോക്കിയാലും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലൊക്കേഷനൊക്കെ ഉള്ളൊരു സ്ഥലമാണ് കൊടൈക്കനാൽ. ഊട്ടി പോലെ തന്നെ ഇവിടെയും വഴിയരികിലൊക്കെ ക്യാരറ്റും ഒക്കെ ഫ്രഷായിട്ട് വിൽക്കാൻ വെച്ചിട്ടുണ്ടാവും. അങ്ങനെ അതെല്ലാം കണ്ട് തിരികെ വരുന്ന വഴിക്ക് ഓരോരുത്തർ ഇങ്ങനെ പുക ഉയരുന്നത് കണ്ടായിരുന്നു. നല്ല മണവും. പിന്നെ ഞങ്ങൾ അങ്ങോട്ടേക്ക് ഇറങ്ങി ചെന്ന് നോക്കിയപ്പോഴാണ് മനസ്സിലായത് അതൊരു യൂക്കാലിപ്റ്റസിൻ്റെ ഡിസ്റ്റിലറി ആയിരുന്നു എന്ന്. അതായത് യൂക്കാലി തൈലം ഉണ്ടാക്കുന്ന സ്ഥലം. അവിടേക്ക് ചെന്നപ്പോൾ അവിടുത്തെ ചേട്ടൻ എല്ലാം നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നു കേട്ടോ. 3000 കിലോ യൂക്കാലിയുടെ ഇല മണിക്കൂറുകളോളം വേവിക്കുമ്പോഴാണ്
3 ലിറ്ററോളം യൂക്കാലി തൈലം വേർതിരിച്ച് കിട്ടുന്നത്. സോ ഭയങ്കര എക്സ്പെൻസീവാണ്. അത് മാത്രമല്ല ഭയങ്കര മെഡിസിനൽ വാല്യൂ ഒക്കെ ഉള്ളൊരു സാധനമാണ് യൂക്കാലി തൈലം. അങ്ങനെ ഇതുകൂടെ ആയപ്പോൾ ഞങ്ങളുടെ കൊടൈക്കനാൽ ട്രിപ്പും കംപ്ലീറ്റ് ആയിരിക്കുന്നു. ഏകദേശം 1 മാസത്തോളം നീണ്ടു നിന്ന സൗത്ത് ഇന്ത്യൻ ട്രിപ്പ് എല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ട് ഫൈനൽ ഡെസ്റ്റിനേഷൻ കൊടൈക്കനാലും കവർ ചെയ്തിട്ട് ഇപ്പം ഞങ്ങൾ തിരികെ നാട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. ഉടനെ തന്നെ അടുത്ത ട്രിപ്പ് കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. സോ എല്ലാവരുടെയും സപ്പോർട്ടാണ് കേട്ടോ. താങ്ക്